സമീർ സി മുഹമ്മദ് അപകട സ്ഥലത്ത് നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. സമീറ, കടാവർ നായകളെ ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിൽ അത് ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്? കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വെയിലാകും, അതുകൊണ്ടാകും നേരത്തെ തന്നെ ഏകദേശം രാവിലെ 7 മണിയോടുകൂടി തന്നെ നായകളെ എത്തിച്ച് തെരച്ചിൽ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിലവിൽ എങ്ങനെയാണ് അവിടെ തെരച്ചിൽ? വിനീഷ, ഇപ്പോൾ ഇവിടെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. 2 കടാവർ നായകളും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് മറ്റ് നായകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ അപകടം ഉണ്ടായതിന്റെ തൊട്ട് പരിസരങ്ങൾ ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ അപകടം ഉണ്ടായ ഭാഗത്ത് ഇപ്പോഴും പലയിടങ്ങളിലും ഇങ്ങനെ പുകയുന്നത് കാണാനാവുന്നുണ്ട്. അത് ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും അതിന്റെ അകത്ത് ഇനിയും പൊട്ടാത്ത കരിമരുന്ന് ഉണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അതിനകത്ത് കൂടുതലായി പരിശോധന നടത്തുന്നതും ഒരു അപകടത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇനിയും വെള്ളം അടിക്കേണ്ടതുണ്ട് എങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ക്രമീകരിച്ചിരിക്കുന്നു. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ പലയിടങ്ങളിലും കാണാനാവുന്നുണ്ട്. പൊട്ടാതെ കിടക്കുന്ന കരിമരുന്നുകളാണ് പലയിടങ്ങളിലും ഉള്ളത്. അതുപോലെ തന്നെ വലിയ രീതിയിൽ ചിന്നിച്ചെറിയ കരിമരുന്ന് വെടിക്കോപ്പ് ഉപകരണങ്ങൾ നമുക്ക് കാണാനാവുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ആരുടെയെങ്കിലും ശരീരഭാഗങ്ങൾ ഈ ഏതെങ്കിലും ഭാഗത്ത് ചിന്നിച്ചിതറി കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വളരെയേറെ വൈദഗ്ധ്യമുള്ള ഡോഗുകളെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉൾപ്പെടെ ഇത്തരം ഡോഗുകളെ ഉപയോഗിച്ചുള്ള പരിശോധന വളരെ കാര്യക്ഷമമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്കും ഇവരുടെ സാന്നിധ്യം ഉണ്ടാക്കുന്നത്. അവരുടെ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരം നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്താൻ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് പരിശോധന നടത്തുന്ന ഭാഗങ്ങളാണ്. ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ വാഴയൊക്കെ പൂർണ്ണമായും ചിന്നിച്ചെതിറിയ ആ ഒരു കാഴ്ച, ആ വിധത്തിൽ തന്നെയാണ് മനുഷ്യ ശരീരങ്ങളും ഇന്നലെ ഇവിടെ ചിന്നിച്ചെതിറിയത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുതന്നെ അതിന്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് നമ്മൾ കരുതുന്നതിലും അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറത്താണ്. വളരെ കുറഞ്ഞ സമയത്തിനകം വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ മരങ്ങളിലൊക്കെ അതിന്റെ പാട് നമുക്ക് കാണാനാവുന്നുണ്ട്. ഈ തെങ്ങ് ഉൾപ്പെടെ കത്തി പോകുന്നു. അതുപോലെ തന്നെ സമീപത്തുള്ള മറ്റു മരങ്ങളിലൊക്കെ ആ വിധത്തിലുള്ള പാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിധത്തിലാണ് മനുഷ്യ ശരീരങ്ങളും ഇതിന്റെ ആഘാതമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ശരീരാവശേഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന കൂടി നടത്തുന്നത്. ഇത് വലിയ ഒരു ഏരിയയാണ്, ഈ ഒരു പാടശേഖരമാണ്. അതിന്റെ നടുവിൽ ഒരു തുരുത്ത് പോലെ കുറച്ച് ഭാഗത്താണ് ഈ സ്ഥലമുള്ളത്. ആ ഭാഗത്തായിരുന്നു ഈ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നത്, വെടിപ്പുര ക്രമീകരിച്ചിരുന്നത്. 5 വെടിപ്പുരകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 5ഉം ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. വലിയ സ്ഫോടനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 13 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതുപോലെ വലിയ ദുരന്തത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് ഇത്തരമൊരു അപകടത്തിന് ഇടയാക്കിയത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വെടിക്കോപ്പുകൾ പൊട്ടിത്തെറിച്ചതാണോ അതല്ല മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഈ ഒരു അപകടത്തിന് പിന്നിലുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ എത്ര പേരാണ് ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നത്, എത്ര പേർ ഇതിനകത്ത് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നു. അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ തൊട്ടടുത്തായിക്കൊണ്ട് മറ്റൊരു പാടശേഖരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഭാഗങ്ങളിലേക്ക് കൂടിയാണ് ഇപ്പോൾ കടാവർ നായകളെ കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഇത് ചിന്നിച്ചെറിയ ഒരു സാഹചര്യമാണ് എങ്കിൽ വലിയ ദൂരങ്ങളിലേക്കൊക്കെ തെറിച്ചു പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാടശേഖരത്തേക്ക് കൂടി കൊണ്ടുപോയിക്കൊണ്ട് കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡോഗ് സ്ക്വാഡിന്റെ മറ്റൊരു വിഭാഗം ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഏറ്റവും ഈ ഭാഗത്തു കൂടി ഇപ്പോൾ കടാവർ ഒരു നായയെ ഈ ഭാഗത്ത് കൂടി എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിൽ അത് നമുക്ക് കാണാനാവുന്നു. ഓരോ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. ഏതെങ്കിലും സാധ്യത ഉണ്ട് എങ്കിൽ അത് പൂർണ്ണമായും അത്തരം സാധ്യതകളൊക്കെ പരിശോധിക്കുക. മനുഷ്യ ശരീരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കണ്ടെത്തുക. ഇന്നലെ നമ്മൾ കണ്ടതാണ്, പലയിടങ്ങളിലും കൈയും കാലും ഒക്കെ വേർപെട്ട നിലയിലായിരുന്നു ശരീരങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ചിന്നിച്ചെതറിയ സാഹചര്യമുണ്ട് എങ്കിൽ പല ഭാഗങ്ങളിലേക്ക് ശരീരഭാഗങ്ങൾ തെറിച്ചിട്ടുണ്ടാകും. അങ്ങനെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫോറൻസിക്കിന്റെ വിദഗ്ധരും എത്തിക്കൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ
സ്മെല്ല് പിടിക്കാനും അതുപോലെ അത് തിരിച്ചറിയാനും കഴിയുന്ന പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള കടാവർ നായകളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. 2 എണ്ണത്തെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിശദമായിട്ടുള്ള പരിശോധന. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നും എത്ര പേർക്ക് ഇതിനകത്ത് ജീവഹാനി ഉണ്ടായി, അതുപോലെ എത്ര പേരാണ് ഈ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വിനീഷ. യെസ്, ഏതായാലും അന്വേഷണം തുടരുന്നുണ്ട്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കണ്ടുപിടിക്കേണ്ടത്. ആ കാരണം വെളിവാകണം. അപ്പോൾ അതിനാവശ്യമായ അന്വേഷണം ആവശ്യമാണ്. ഏതായാലും 2 കിടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.